ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ വേദനിപ്പിച്ച് ഉപേക്ഷിച്ച് പോയിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഇതൊന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന ആ ഒരു സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ചു പോയ ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങളെ വേദനിപ്പിച്ചു പോയ ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങളെ വേദനിപ്പിച്ചു പോയ ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളെ വേദനിപ്പിച്ചു പോയ ഓക്കെ, 5 ഓഫ് സോർഡ്സ് ആണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ്. സെക്കൻഡ് കാർഡ് 3 ഓഫ് സോർഡ്സ്, 5 ഓഫ് സോർഡ്സ്, 3 ഓഫ് സോർഡ്സ്, നൈറ്റ് ഓഫ് വാൻഡ്സ്, ഡെത്ത് കാർഡ്, Queen of Pentacles, King of Cups, 2 of Pentacles, 3 of Pentacles, Temperance, Queen of Cups, 2 of Cups, 4 of Wands. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് മാസ്റ്റർ കാർഡ് നോക്കുകയാണെങ്കിൽ ഓക്കെ, 5 ഓഫ് വാൻഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കുമ്പോൾ ഈ ഒരു 2 കാർഡുകൾ, 5 ഓഫ് സോർഡ്സ് ഉണ്ട്, അതുപോലെ 3 ഓഫ് സോർഡ്സ് ഉണ്ട്. ഈ 2 കാർഡുകൾ കാണിക്കുന്നത് ആ വ്യക്തി ചെറിയ കാര്യങ്ങളെ കുറിച്ച് ഒക്കെ, ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായ ആ പ്രശ്നങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇപ്പോൾ അവരുടെ ഉള്ളിൽ ആ ഒരു വിഷമങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ആ ചെയ്തു പോയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, ഏറ്റവും ചെറിയ കാര്യങ്ങൾ തൊട്ട് അവർ പറഞ്ഞു പോയിട്ടുള്ള വലിയ വലിയ പ്രശ്നത്തിലേക്ക് നയിച്ച കാര്യങ്ങളായിക്കോട്ടെ, എന്ത് തന്നെയായിരുന്നാലും അതെല്ലാം അവർക്കൊരു ഗിൽറ്റ് ഫീലിംഗ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഓരോ സമയത്തും അവർ സംസാരിച്ച വാക്കുകൾ അവർ റീതിങ്ക് ചെയ്യുകയാണ്. അത് എൻ്റെ ഒരു പേഴ്സണ് വളരെ ഹർട്ടായിട്ടുണ്ടോ, നിങ്ങൾക്ക് ഹർട്ടായോ എന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നു. അതിൽ നിന്ന് അവർക്കൊരു ഗിൽറ്റ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്കും ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. വളരെയധികം വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു പേഴ്സണെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഒരിക്കല് ഇവര് ഒരു ഡിസിഷൻ എടുത്തു, നിങ്ങളിൽ നിന്ന് പോയി. അപ്പോൾ അവരുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഏറ്റവും മോശപ്പെട്ട ഒരു വ്യക്തിയോടൊപ്പമാണ് ഇപ്പോൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് നിന്ന് കഴിഞ്ഞാൽ ഇതിൽ നിന്നൊന്നും കിട്ടാനില്ല എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം ഈ ഒരു വ്യക്തിയിൽ നിന്ന് മൂവ് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം, ഒരു സത്യമായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ എനിക്ക് നല്ലത് അതാണ്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് നിങ്ങളിൽ നിന്ന് മൂവ് ചെയ്തു പോയ ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ അവർ ശരിക്കും ജയിച്ചതുപോലെ, അല്ലെങ്കിൽ നല്ലൊരു ഡിസിഷൻ എടുത്ത പോലെ, ഒരു തീരുമാനം എടുത്ത പോലെ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ അവർക്ക് തന്നെ അവരെ തന്നെ നഷ്ടമായി പോയതുപോലെ തോന്നുന്ന ഒരവസ്ഥ, ആ ഒരു അവസ്ഥയിലേക്ക് അവരുടെ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചതിന്റെ ആ ഒരു റിവാർഡ്, അല്ലെങ്കിൽ ഒരു ഫലമായിട്ട് അവരുടെ മനസ്സിൽ പശ്ചാത്താപവും അതുപോലെ അകത്തു നിന്നുള്ള വളരെയധികം ഒരു സംഘർഷവും ഒക്കെ ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മനസ്സ് മുറിഞ്ഞ പോലെയുള്ള വിഷമങ്ങൾ അവർക്കുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് നൈറ്റ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, പിന്നെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു വ്യക്തി സ്വഭാവത്തിൽ വളരെയധികം ഒരു എന്താ പറയാ, ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആ ഒരു രീതിയിലുള്ള ഒരു പേഴ്സൺ അല്ല. എപ്പോഴും ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകൃതമുള്ള വ്യക്തിയാണ്. അപ്പോൾ അവര് കൂടുതലുമായിട്ടും ഇങ്ങനെ ചാഞ്ചാടുന്ന പ്രകൃതക്കാരായതുകൊണ്ട് തന്നെ ഒരു ആവേശത്തിന്റെ പുറത്ത് തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തിയായിരിക്കാം. അപ്പൊ അങ്ങനെ ആ ഒരു ആവേശത്തിന്റെ പുറത്തെടുത്തൊരു തീരുമാനമായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നതും, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയതും, അതുപോലെ പെട്ടെന്നൊരു ആവേശത്തിന്റെ പുറത്ത് അവരെടുത്തൊരു തീരുമാനം ആകാനുള്ള സാധ്യത നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ
ഡെത്ത് കാർഡ് കാണിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം നടക്കുന്ന ഒരു സമയമാണ് ഇത് എന്നുള്ളതാണ്. എന്തൊക്കെയോ നിങ്ങൾ അറിയാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത് അവരുടെ ജീവിതത്തെ തന്നെ അത് മാറ്റിമറിക്കുന്ന ഒരു സമയമാണിത്. അപ്പൊ അവർ ആ പഴയ രീതിയിൽ അവർ ഏതൊരു പാറ്റേണിലാണല്ലോ ജീവിച്ച് ഇങ്ങനെ പോന്നിട്ടുണ്ടാവുക. അപ്പൊ ആ ജീവിച്ചിരുന്ന ജീവിതം അവസാനിപ്പിച്ച് പുതിയൊരു തുടക്കം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു മാറ്റത്തിന്റെ ഭാഗമായിട്ട് അവര് നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിന്റെ ആ ഒരു ബോധ്യം, നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നുള്ളൊരു ബോധ്യം ഇവർക്ക്, അല്ലെങ്കിൽ ആ ഒരു തോട്ട്സ് വളരെയധികമായിട്ട് ശക്തമായിട്ട് ഇപ്പോൾ അവരിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ അവർ ഒരു പുതിയ തുടക്കത്തിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഒരു പുതിയ മാറ്റത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പം ഇനി നമുക്ക് വരുന്നത് കിങ് ഓഫ് കപ്സ് വരുന്നുണ്ട്, അതുപോലെ ക്യൂൻ ഓഫ് പെന്റക്കിൾസ്. ഈ രണ്ട് കാർഡുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ക്യൂൻ ഓഫ് പെന്റക്കിൾസും കിങ് ഓഫ് കപ്സ്, ഈ രണ്ട് കാർഡുകൾ കാണിക്കുന്ന അവര് നിങ്ങളെ മനസ്സിലാക്കിയ ഒരു പേഴ്സൺ ആണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ അവർ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങൾ ഒരു നല്ല കെയർ കൊടുക്കുന്ന ഒരു പേഴ്സൺ ആണ്, നല്ല കരുതലുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ട് എപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങൾ എന്നാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു എനർജി കാണിക്കുന്നത് അവർക്കുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു ഡീപ്പായിട്ടുള്ള ഫീലിങ്സ് നിങ്ങളോട് ഉണ്ട് എന്ന് തന്നെയാണ്. പക്ഷെ അവരത് വെളിയിൽ തുറന്നു പറയാനായിട്ട് മടിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അത് വെളിയിൽ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് പറ്റാത്ത എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ഇത്രയധികം സ്നേഹം അവർക്ക് ഉള്ളിലുണ്ട് എന്ന് തുറന്ന് പറയാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇതെന്ന് മനസ്സിലാകുന്നത്. പക്ഷെ ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളോടുണ്ട് എന്ന് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റുന്നുമുണ്ട്. ഓക്കെ, വളരെയധികം ഒരു സ്നേഹം കാണാനായിട്ട് നമുക്ക് വരുന്നുണ്ട്. ആ ഒരു സ്നേഹത്തിന്റെ ഫീലിങ്സുകളൊക്കെ അവർക്ക് ഉള്ളിൽ തോന്നുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ 2 ഓഫ് കപ്സിന്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഇവിടെ ശക്തമായിട്ടുള്ള ഒരു സോൾമേറ്റ് എനർജിയാണ് കാണുന്നത്. ഒരിക്കല് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന സത്യസന്ധമായിട്ടുള്ള ഒരു കണക്ഷൻ അവർക്ക് അത് മറക്കാനായിട്ട് വളരെയധികം അവർ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ചിലപ്പോൾ അവര് നിങ്ങളെ ഓർത്ത് ആ ഒരു പഴയ നിമിഷങ്ങളൊക്കെ ഓർത്ത് അവർ വിഷമിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളിൽ ആ പഴയ സന്തോഷകരമായ സമയങ്ങളിലൂടെയൊക്കെ അവർ ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഓർമ്മകളിലൂടെ അവരിങ്ങനെ സഞ്ചരിക്കുന്നു എപ്പോഴും തന്നെ. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു ചിന്തയാണ് അവരുടെ മനസ്സിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ടെമ്പറൻസ് കാർഡും അതുപോലെ തന്നെ ക്യൂൻ ഓഫ് കപ്സിന്റെ ഒരു കാർഡും വന്നിട്ടുണ്ട്. ഇപ്പോ അവരുടെ ഫീലിങ്സുകളെ ഒന്ന് ബാലൻസ് ചെയ്യാനും ഒരു ഹീലിംഗ് നേടാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു അവസ്ഥയിലാണ്, ഒരു സിറ്റുവേഷനിലാണ് എന്നുള്ളതാണ്. അവരുടെ ഒരു സിറ്റുവേഷൻ ആണല്ലോ നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ശരിക്കും അവരുടെ ഫീലിങ്സുകളെ പിടിച്ചു നിർത്താൻ, കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഹീലിങ്സിന് വേണ്ടിയിട്ടും അവർ ശ്രമിക്കുന്നു. പിന്നെ ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജി കാണിക്കുന്നത് അവരിങ്ങനെ ഇനി മുന്നോട്ട് ഇമോഷണലി കുറച്ചൊന്ന് മാച്യൂർ ആയിട്ട് മുന്നോട്ടേക്ക് വളരെയധികം ധൈര്യത്തോടെ മുന്നോട്ടേക്ക് ലൈഫിൽ പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. അപ്പൊ അവരുടെ ലൈഫിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്തുകൊണ്ട് ഒരു വലിയ മാറ്റം, ഡെത്ത് കാർഡ് ഇവിടെ കാണിക്കുന്നത് തന്നെ വലിയൊരു മാറ്റമാണ്. അതിപ്പോ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ പുറമേ നിന്ന് നോക്കുമ്പോൾ അവരുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ആ ഒരു മാറ്റത്തിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിച്ച കുറേയേറെ കാര്യങ്ങൾ ഉണ്ടാവാം, കുറേയേറെ ലെസൺസ് അവർ പഠിച്ചിട്ടുണ്ടാവാം, പലരുടെയും യഥാർത്ഥ മുഖങ്ങൾ അവർ കണ്ടിട്ടുണ്ടാകാം, എന്താണ് അവരോട് മറ്റുള്ളവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാകാം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കിയതിന് ശേഷം ഇനി അവര് പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമയമാണ്. അപ്പോഴവർ നല്ല ധൈര്യത്തോടു കൂടി ഇമോഷണലി കുറച്ച് മച്യൂർ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ക്യൂൻ ഓഫ് കപ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, പിന്നെ അവരുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സിറ്റുവേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 5 ഓഫ് വാൻഡ്സ് ആണ്. 5 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു കോൺഫ്ലിക്ട്സ്, സ്ട്രെസ്, അതുപോലെ തന്നെ ഒരു കോമ്പറ്റീഷൻ, അതൊക്കെ അല്ലെങ്കിൽ ഇമോഷണൽ സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ള ഒരു സമയമാണ്. ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ഒന്നില്ലെങ്കിൽ അവർ ഇതൊക്കെ ഫേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവർ അതിൽ നിന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മച്യൂർ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സമയമായിരിക്കാം. ചിലപ്പോൾ ഇത് ഒരു തേർഡ് പാർട്ടിയിലേക്ക് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇവർക്ക് ഈ പറഞ്ഞതുപോലെയുള്ള അവിടെ വഴക്കുകളോ സ്ട്രെസ്സോ കോമ്പറ്റീഷനോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ മൊത്തത്തിലൊരു ഇമോഷണൽ സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ടാകാം. അതിൽ നിന്ന് അവരൊരു പുതിയ മാറ്റത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അവരുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുന്നതിനാൽ
ഒരു പീസ് കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാകാം. അവർക്ക് ശരിക്കും ഒരു പീസ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു സമാധാനത്തിന് വേണ്ടി അവര് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് നമുക്ക് ആ ഒരു ഘട്ടത്തിലൂടെയാണ് അവരുടെ ലൈഫ് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ കാണിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചതിന് ശേഷം പൂർണ്ണമായ ഒരു സന്തോഷത്തിൽ ജീവിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അവരുടെ ഉള്ളിൽ റിഗ്രറ്റ് തോന്നുന്നുണ്ട്, അതുപോലെ കൺഫ്യൂഷൻ ഉണ്ട്. കൺഫ്യൂഷൻ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്ന 2 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡ്. വളരെയധികം ഒരു കൺഫ്യൂഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഇപ്പോൾ ഒരു ഹീലിംഗ് ടെമ്പറൻസ്, ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ എല്ലാം ഒരുമിച്ച് അങ്ങനെ കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്നൊക്കെ തന്നെയുള്ള ആ ഒരു സമയമാണ് ഇപ്പോൾ അവരുടെ ലൈഫിൽ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഹീലിങ്ങും ഹാപ്പിനെസ്സും ആണ് ഈ ഒരു റീഡിങ്ങിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ ഒരു പേഴ്സന്റെ സിറ്റുവേഷൻ ആണ് നമ്മൾ നോക്കിയതെങ്കിലും നിങ്ങളും ഈ ഒരു സെയിം സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരു വ്യക്തികളായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഹീലിംഗ് ഹാപ്പിനെസ്സും ഒക്കെ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്ന് യൂണിവേഴ്സ് ഇവിടെ ഗൈഡൻസ് പറയുന്നുണ്ട്. നിങ്ങളുടെ ഒരു എനർജിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയ ആ വ്യക്തിയുടെ ഇപ്പോൾ ഫീലിങ്സുകൾ, സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അവരുടെ ഉള്ളിൽ ഇപ്പോൾ വേദനയും റിഗ്രറ്റും ഒക്കെ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരിക്കലും ഒരു ഈഗോ കൊണ്ടോ അല്ലെങ്കിൽ ഒരു തെറ്റായ തീരുമാനം കൊണ്ടോ ഒക്കെ അവരെടുത്ത ഒരു നീക്കം ഇപ്പോൾ അവർക്ക് തന്നെ ഒരു ഗിൽറ്റായിട്ട് തോന്നുന്ന ഒരവസ്ഥയാണ്. അപ്പം 3 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഹൃദയത്തിൽ നിങ്ങളെ നഷ്ടപ്പെടുന്നതിന്റെ ഒരു വേദന പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ അവര് നിങ്ങളോട് ഇപ്പോഴും അവർക്ക് ശക്തമായിട്ടുള്ള ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യാനായിട്ട് സാധ്യതയുള്ള കാർഡാണ് നൈറ്റ് ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡ്. അങ്ങനെ ഒരു ശക്തമായ അട്രാക്ഷൻ അവിടെ ഉണ്ട്. പക്ഷെ നൈറ്റ് ഓഫ് വാൻഡ്സ് എനർജിയിൽ ഉള്ളവർ പലപ്പോഴും ഒരു ആവേശത്തിൽ വരികയും പിന്നെ പെട്ടെന്ന് അത് അകന്ന് പോയി തണുത്തു പോവുകയും ചെയ്യുന്ന ഒരു സ്വഭാവക്കാരുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു പേഴ്സൺ എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് ഫീലിങ്സുകളൊക്കെ ഉണ്ടെങ്കിലും അത് സ്ഥിരമായിട്ട് കാണിക്കാൻ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഈ ഒരു പേഴ്സൺ. പിന്നെ ഈ ഒരു കാർഡിൽ നോക്കുമ്പോൾ, ഡെത്ത് കാർഡ് നോക്കുമ്പോഴത്തേക്കും അവരുടെ ഒരു വലിയ മാറ്റം അവരുടെ ഉള്ളിൽ നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇമോഷണലി മാറാൻ തുടങ്ങുന്ന ഒരു സമയം തന്നെയാണ് അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഓവറോൾ എനർജി നോക്കുമ്പോൾ ഈ ഒരു റീഡിംഗ് പ്രകാരം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഇപ്പോഴും വളരെയധികം റിഗ്രറ്റ് ഉണ്ട്. അതുപോലെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് നിങ്ങളോടുണ്ട്, നിങ്ങളോടുള്ള അട്രാക്ഷൻ ഉണ്ട്, ആ ഒപ്പം തന്നെ ഒരു കൺഫ്യൂഷനും ഉണ്ട്. ഇതെല്ലാം മിക്സ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. പക്ഷെ അവരുടെ ഈഗോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ കാരണം ഫീലിങ്സ് ഉണ്ടെങ്കിലും അത് ഒന്ന് ആക്ഷനായിട്ട് കാണിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നോക്കിയ സ്ഥിതിക്ക് ഈ ഒരു നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതാണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന ഈ ഒരു വ്യക്തിയും നിങ്ങൾ ഇതുപോലെ സെയിം സിറ്റുവേഷൻ വേദനയോടുകൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഫ്യൂച്ചർ ഉണ്ടാകുമോ എന്ന് ഈ ഒരു സെയിം കാർഡുകൾ തന്നെ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു ബന്ധത്തിൽ മുൻപ് വലിയ ഹേർട്ടും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് കാർഡുകൾ വഴി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി ഈഗോ കൊണ്ടോ അല്ലെങ്കിൽ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ടോ ഒക്കെ എടുത്ത ഒരു ആക്ഷൻ കാരണം ബന്ധം തകർന്ന് തരിപ്പണമായി പോയ അവസ്ഥയായിരിക്കാം. ഇപ്പോൾ ഈ ബന്ധത്തിലെ കൺഫ്യൂഷനും ഇന്നർ കോൺഫ്ലിക്ട്സും ഒക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് വരുന്നത്. അപ്പൊ അവരും നിങ്ങളും ഒരേപോലെ എന്ത് ചെയ്യണമെന്ന് വ്യക്തമല്ലാത്ത ഒരു രീതിയിൽ നിൽക്കുന്നു. അവർക്കും മനസ്സിലാവുന്നില്ല ഇനി എന്ത് ചെയ്യണം, നിങ്ങൾക്കും മനസ്സിലാവുന്നില്ല ഇനി എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യം. അപ്പോഴും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ഇമോഷണൽ സ്ട്രഗിൾ ആണ്, അത് അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും നിങ്ങളെ ആ ഒരു ഇമോഷണൽ സ്ട്രഗിളിലൂടെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഫ്യൂച്ചറിൽ വളരെ പ്രധാനപ്പെട്ട മെസ്സേജുകൾ എന്ന് പറഞ്ഞാൽ ഡെത്ത് കാർഡാണ് നമുക്ക് കാണിച്ചിരുന്നത്. പഴയ രീതിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ബന്ധം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ടെമ്പറൻസ് കാണുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു ഹീലിങ്ങും ബാലൻസും വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഹാർമണി ഉണ്ടാകാനുള്ള ചാൻസ് നമ്മളിവിടെ കാണുന്നത് 2 ഓഫ് കപ്സും അതുപോലെ 4 ഓഫ് വാൻഡ്സും വന്നിട്ടുണ്ട്. അപ്പൊ വീണ്ടും ഒരു സെലിബ്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പഴയ രീതിയിലുള്ള ആ റിലേഷൻഷിപ്പ് വീണ്ടും അതുപോലെ ഇനി ആ ഒരു രീതിയിലേക്ക് വരില്ല. പക്ഷെ പുതിയ രൂപത്തിൽ ഒരു കണക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇവിടെ കിങ് ഓഫ് കപ്സും ക്യൂൻ ഓഫ് കപ്സും കോമ്പിനേഷൻ വന്നുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പിനേഷന് ടാരോട്ട് കാർഡ് വളരെ ശക്തമായ ഇമോഷണൽ കണക്ഷൻ ആണ് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങളുടെ ഇടയിൽ ഒരു ഡീപ്പ് ഫീലിങ്സ് ഇപ്പോഴും എനർജി ആയിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. പക്ഷെ കിങ് ഓഫ് കപ്സ് എനർജി കാരണം അവരുടെ ഫീലിങ്സ് അവർക്ക് ഉണ്ടെങ്കിലും അത് തുറന്നു പറയാനായിട്ട് കുറെ സമയം എടുക്കുന്നു എന്നുള്ളത് ആ ഒരു വ്യക്തിയുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനും പറ്റും. അപ്പൊ ഫ്യൂച്ചറിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു റീയൂണിയൻ ഉണ്ടാകാനുള്ള ചാൻസ് ആണ് നമുക്കിവിടെ 2 ഓഫ് കപ്സിന്റെ എനർജി കാണിക്കുന്നത്.
അപ്പോൾ സോൾമേറ്റ് കണക്ഷനും അതുപോലെ നമുക്ക് പറയാൻ പറ്റും. വീണ്ടും സംസാരിക്കുകയോ മീറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാനുള്ള ചാൻസസ് ആണ് 2 ഓഫ് കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഈ നൈറ്റ് ഓഫ് വാൻസിന്റെ കാർഡ് എന്ന് പറയുമ്പോൾ ഈ കാർഡിൽ ഫ്യൂച്ചറിൽ ഒരു സഡൻ ആയിട്ടുള്ള കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു കമ്പാക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നൈറ്റ് ഓഫ് വാൻസ് എനർജി കാരണം ആ ഒരു വ്യക്തി ചിലപ്പോൾ വേഗത്തിൽ വരികയും വീണ്ടും അകന്നു പോകുകയും ചെയ്യാനുള്ളൊരു സാധ്യതയും കൂടെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. കുറച്ച് ആളുകൾക്ക് മാത്രമാണ് അങ്ങനെ സംഭവിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ബന്ധത്തിന്റെ ഫ്യൂച്ചർ കംപ്ലീറ്റ്ലി ക്ലോസ് ആയിട്ടില്ല എന്നാണ് കാർഡുകൾ പറയുന്നത്. വീണ്ടും കണക്ട് ആകാനായിട്ടുള്ള അല്ലെങ്കിൽ കോണ്ടാക്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇമോഷണൽ കണക്ഷൻ ഇപ്പോഴും സ്ട്രോങ് ആണ്. പക്ഷെ റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആകാനായിട്ട് ഹീലിങ്സും മച്യൂരിറ്റിയും ഒക്കെ ഇവിടെ ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ എനർജി ആദ്യം തന്നെ ഒരു സെൽഫ് ഹീലിങ്ങും അതുപോലെ സെൽഫ് ഗ്രോത്തും നിങ്ങളുടെ എനർജിയിൽ ഉണ്ടാകണം. കാരണം നിങ്ങൾ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ബന്ധം ഫ്യൂച്ചറിൽ ഒരു ഹെൽത്തി ആക്കി മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊരു കാര്യം യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. കുറച്ച് ഈ ഒരു സെയിം കാർഡ് വെച്ചിട്ട് യൂണിവേഴ്സൽ ഗൈഡൻസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം എന്താണ് എന്നുള്ളതൊന്ന് നോക്കാം. യൂണിവേഴ്സൽ ഗൈഡൻസിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് 3 ഓഫ് സോർട്സ് വന്നുകൊണ്ടാണ് നമ്മൾ ആദ്യമേ മുതൽ പറയുന്നുണ്ട് ആഴത്തിലുള്ള ഇമോഷണൽ പെയിന് നിങ്ങളും അനുഭവിച്ചിട്ടുണ്ടാവും, ഈ ഒരു പേഴ്സൺ അനുഭവിച്ചതുപോലെ തന്നെ. അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹീലിംഗ് ആണ് ഇവിടെ നടക്കേണ്ടത്. അപ്പം നിങ്ങളെ വേദനിപ്പിച്ച കാര്യം മറക്കാനായിട്ട് നിങ്ങൾക്ക് കുറേയേറെ സമയം എടുക്കും. പക്ഷെ നിങ്ങളുടെ മനസ്സിന് ശാന്തി നൽകുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ നൽകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഒത്തിരി ആർഗ്യുമെന്റ്സും ഈഗോ ക്ലാഷസും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഇനി ഒരു അൺനെസസറി ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു വഴക്കുകളോ അല്ലെങ്കിൽ അവരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളൊന്നും പങ്കെടുക്കാതിരിക്കുക, അത് ഒഴിവാക്കി വിടുക. ശാന്തമായി നിങ്ങളുടെ ഒരു ഡിഗ്നിറ്റി സംരക്ഷിക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു ഗൈഡൻസ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു സെൽഫ് കെയറും കരിയറിലേക്ക് ശ്രദ്ധിക്കുക, ഫാമിലിയിലേക്ക് കുറെ അറ്റൻഷൻ കൊടുക്കുക, സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക, ഒരു സ്റ്റേബിളായിട്ട് എപ്പോഴും നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഇതിലേക്കൊക്കെ ഫോക്കസ് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ സ്വന്തം ഒരു വാല്യൂ, നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പോൾ ആ ഒരു വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർ വളരെയധികം കെയർ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നു പോയിട്ട് നിങ്ങൾ ഒത്തിരി ഒരു കാര്യത്തിന് നിങ്ങൾ ഒത്തിരി ഹേർട്ട് ആകുന്നുണ്ടെങ്കിൽ പോലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഹേർട്ട് ആകാതിരിക്കട്ടെ എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. പക്ഷെ ഈ ഒരു സമയത്ത് ഇമോഷൻസ് കംപ്ലീറ്റ്ലി നിങ്ങൾ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു പേഷ്യൻസ്, അതോടൊപ്പം തന്നെ ഇമോഷണൽ ബാലൻസ്, ഇന്നർ പീസ്, ഇതൊക്കെ കൊണ്ടുവരിക നിങ്ങളുടെ ലൈഫിലേക്ക്. ഇതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ എന്ന് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇടയിൽ ഒരു സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും ആ എനർജി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവര് തിരികെ വന്നാലും വേഗത്തിൽ അവരെ ട്രസ്റ്റ് ചെയ്യരുത് എന്നിവിടെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവരുടെ ആക്ഷൻസ് നോക്കി മാത്രമേ ഒരു തീരുമാനങ്ങൾ എടുക്കാവുള്ളൂ. അവർ വരുന്ന ഉടനെ തന്നെ അവരെ ട്രസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ ഓവർ തിങ്കിങ് കുറയ്ക്കണം. ഒരാളുടെ തീരുമാനം കാരണം നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കരുത്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവരെടുക്കുന്ന ഒരു തീരുമാനം, ആ ഒരു തീരുമാനത്തിൽ നിങ്ങളുടെ ലൈഫും കൂടി അവിടെ സ്റ്റക്കായി പോകുന്ന ഒരവസ്ഥ. അപ്പൊ അവരുടെ ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ തീരുമാനത്തെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കില്ല നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഡിസിഷൻസ് വേണം എന്നുള്ളത് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. ആദ്യം ഒരു സെൽഫ് ഹീലിംഗ് ഉണ്ടാവുക, പിന്നെ അൺനെസസറി ആയിട്ടുള്ള വഴക്കുകളും കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഒരു സെൽഫ് ഗ്രോത്ത്, ഒരു സ്റ്റെബിലിറ്റി ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇമോഷണലി നിങ്ങൾ ബാലൻസ് ആകാനായിട്ട് നല്ല ഇച്ചിരി താമസമാണെങ്കിൽ കൂടിയും കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ കൂടിയും ഇമോഷണലി നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ബാലൻസിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അവരെ തിരികെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഒറ്റയടിക്ക് അവർ വരുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും റെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കയറ്റാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് അവരുടെ ആക്ഷൻസ് ഒക്കെ നോക്കി അതിനുശേഷം മാത്രം അവരെ വിശ്വസിക്കുക. ഇത് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ശരിക്കും നഷ്ടപ്പെട്ടു പോയി, അവർക്കാണ് ശരിക്കും നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി. നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയാൻ വൈകിയ ഒരു പേഴ്സൺ തന്നെയാണ് അവർക്കാണ് ശരിക്കും നിങ്ങളെ ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം വരും ദിവസങ്ങളിൽ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു സമയം കൂടിയാണ് ഇനി വരാനിരിക്കുന്നത് എന്നാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. ഓക്കെ, കുറച്ച് സോൾ മെസ്സേജ് ഒന്ന് എടുത്ത് നോക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം.
നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സിറ്റുവേഷൻ ഇതാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവർ ഒത്തിരി കൺഫ്യൂഷനിലൂടെ കടന്നു പോകുന്നുണ്ട്, അതുപോലെ അവർക്ക് വിഷമങ്ങളുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന അതേ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് മനസ്സിലാവുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്താണെന്ന് നോക്കാം. ഐ ലവ് യു ബിക്കോസ് ഐ വിൽ നെവർ ഗെറ്റ് ടയേർഡ് ഓഫ് സ്പെൻഡിങ് ടൈം വിത്ത് യു. ഓക്കെ, അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കുമ്പോൾ ഒരിക്കലും അവർക്ക് ഒരു ടയേർഡോ ബോറോ ഒന്നും ഫീൽ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. വളരെ എക്സൈറ്റ്മെന്റ് ആണ് അവർക്ക് ഉണ്ടായിരുന്നത്. ദർ വാസ് എ ടൈം വെൻ ഐ വാസ് സഫറിങ് അലോങ് ബട്ട് ദെൻ യു കെയിം ആൻഡ് റെസ്ക്യൂഡ് മീ ഫ്രം ദ ഡാർക്ക്നെസ്. ഓക്കെ, ഒരു സമയത്ത് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ഡാർക്കായിട്ട് നിന്ന, ഒറ്റപ്പെട്ട് നിന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നീ എൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നു. ആ ഒരു എന്നെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് വന്ന ഒരു പേഴ്സണാണ് നീ എന്നുള്ളൊരു കാര്യം അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഐ നോ ഐ ഹേർട്ട് യു. എനിക്കറിയാം ഞാൻ നിന്നെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. യു ആർ മൈ ഹാപ്പിനെസ്. ഓക്കെ, അതാണ് നമുക്കിവിടെ 2 ഓഫ് കപ്സിൽ അത് ഡയറക്റ്റ് നമുക്ക് കിട്ടിയതാണ്. അവർ നിങ്ങളെക്കുറിച്ചുള്ള ആ സന്തോഷമായ സമയങ്ങളൊക്കെ ഓർത്ത് സന്തോഷിക്കുന്നു. ഓർമ്മയിൽ എന്നും നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ സമയങ്ങൾ ഇവിടെ ഓർമ്മയിലുണ്ട്. യു ആർ മൈ ട്വിൻ ഫ്ലെയിം. ഓക്കെ, ഇവിടെ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ വരുന്നുണ്ട്. ഐ തിങ്ക് അബൌട്ട് യു ഓൾ ദി ടൈം. ഓക്കെ, അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു, എപ്പോഴും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു എന്നാണ് പറയുന്നത്. മൈ ഹാർട്ട് ഈസ് ഫുൾ ഓഫ് യു. ഓക്കെ, അവരുടെ ഹൃദയം മുഴുവൻ നിങ്ങളാണ് എന്ന് ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് പറയുകയാണ്. യു ആർ ദ ലൈറ്റ് ദാറ്റ് ബ്രൈറ്റൻ മൈ ഡാർക്ക്നെസ് ഡേയ്സ്. ഓക്കെ, നിങ്ങളാണ് അവരുടെ ഒരു വെളിച്ചം എന്നാണ് പറയുന്നത്. അതായത് അവരുടെ ദിവസങ്ങൾ, അവരുടെ കറുത്ത ദിവസങ്ങൾ, അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഡാർക്കായിട്ടുള്ള ദിവസങ്ങളൊക്കെ ബ്രൈറ്റൺ ആക്കിയത് നിങ്ങളാകുന്ന ആ ഒരു ലൈറ്റ് കൊണ്ടാണ് എന്ന് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്ര സോൾ മെസ്സേജസ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്തോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ 1982 ആണ് നമുക്ക് കിട്ടുന്നത്. ലവബിൾ പെയിന്റിംഗ് നമ്പർ 33, 1986, within 72 hours, reading talkative 1987, mole on right hand, beautiful eyes, long distance 2003, golden color, artist November month, cricket number 5, 2 months, number 22, 1986, letter N, letter H, letter F, letter K, letter I, number 32, number 25, 1989, social media 1984, riding, follow new trend ഒക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ചോക്ലേറ്റ് ലവർ നമ്പർ 22, നമ്പർ 49, നമ്പർ 29. യെല്ലോ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. യോഗ എന്ന് പറയുന്ന ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിലുള്ള ഹൈപ്പ് കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.